ഗൈസ്, ഇങ്ങനത്തെ മടക്കലൊക്കെ നമ്മളെ വീട്ടിൽ നമുക്കിത് കൊത്താനൊക്കെ ഒരുപാട് പ്രയാസമായിരിക്കും അല്ലേ. അപ്പോൾ ഇത് എങ്ങനെയാണ് പൊളിച്ചിട്ട് ഇതുപോലെ അതിനുള്ള ട്രിക്ക് ആക്കാന്നുള്ള ട്രിക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞുതരാൻ പോണത്. ആദ്യം നമുക്ക് അതിന് വേണ്ടിയിട്ട് തേങ്ങാക്കോലാണ് വേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമൊക്കെ ഒരു മടക്കൻ എടുക്കണം. മടക്കനെന്നല്ലേ പറയാം, നമ്മുടെ നാട്ടിൽ ഞാൻ അങ്ങനെയായിട്ട് പറയാം. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് വെച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പച്ച അപ്പോൾ ആദ്യം കുറച്ച് പൊന്തിച്ച് കുറച്ച് അങ്ങോട്ട് മാറുക. ഇങ്ങനെ കുത്തുക. എന്നിട്ട് നമ്മൾ തേങ്ങ പൊളിക്കണ പോലെ തന്നെയാണ് ഇത് ചവിട്ടിച്ച് ഇങ്ങനെ ആക്കി. കണ്ടോ, സിമ്പിളായിട്ട് ഇത് പൊളിഞ്ഞത് പോരും. രണ്ടനായി. അപ്പോൾ ഈ ട്രിക്ക് എല്ലാവരും യൂസ് ചെയ്ത് നോക്കട്ടോ. ഇതൊക്കെ പൊളിക്കാൻ പാടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഓക്കെ, നമ്മളെ കുക്ക് കൊത്താൻ പോകട്ടെ ഗൈസ്. അതെ, മെയിനേജ് ഒന്നാണ്ട് മാറ്. എങ്ങനെയാണ് എന്താ ഒരു ആട്ടല്ലാത്ത നിസാറാട്ടെ? അങ്ങനത്തെ നിസാരം ആ ഇങ്ങനെ എന്താണ് ഒരു ആവതില്ലല്ലോ. ഫ്ലോപ്പായി ഗൈസ്. എന്താ കുക്കോ വേണമെന്ന് വിചാരിച്ച് ചെയ്യേ. എന്താണ് നടന്നത് തന്നെ. പോരട്ടോളെ പോരാ. നിസാരം ഗൈസ്. അങ്ങനെ സക്സസ്ഫുള്ളി ഇതാ എൻ്റെ അമ്പ്രിൻ്റെ ഒരു ജാടപ്പെണ്ണ്. അവിടേക്ക് കുളിയൊക്കെ കഴിഞ്ഞതാ, സെറ്റായിട്ടിരിക്കുക. എന്തായാലും പറയണ്ടോ യൂട്യൂബിൽ? നല്ല വെയിലുണ്ട് കേട്ടോ. ഇതിൻ്റെ ചെരുപ്പ് വാ പോയേക്കാം. അപ്പോഴാണ് നമ്മളെ കുക്ക് പറഞ്ഞത് മാങ്ങയുണ്ട് മാവുമ്മേന്ന്. അപ്പോൾ നിങ്ങൾ ചോദിക്കും പിന്നെ മാവുമ്മ ചക്കയാണോന്ന്. എവിടെ ഇവിടെ മാങ്ങ? ഇതുമ്പോൾ തേങ്ങ ഉണ്ട്, തേങ്ങ. മാങ്ങ ഒന്നുമില്ല. ഈ പെണ്ണ് വെറുതെ ഓരോന്ന് പറഞ്ഞു കൊടുന്ന. സോറി ഗൈസ്, ഇതിൽ നമുക്ക് ആ ഒരു കണ്ടൻറ്റ് കിട്ടിയില്ല കേട്ടോ. അരിനെല്ലിക്ക ഉണ്ടടാ. അരിനെല്ലിക്ക കാണിച്ചു തരണോ? എനിക്കങ്ങനെ അറിയാം. കണ്ടോ അരിനെല്ലിക്ക കൈമ കണ്ടോ? അരിനെല്ലിക്ക ഉണ്ട് കേട്ടോ. ഇത് പിന്നെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. പൂവൻ കോയി നല്ല കൊക്കര കോയി. നെല്ലിക്കൻ്റെ മരത്തുമ്മേ ഇത് നെല്ലിമരാണ് ഇതിൻ്റെ. കണ്ടോ നമുക്കതാ നെല്ലിക്ക ഉണ്ടായിക്കണം കേട്ടോ ഗൈസ്. ഇതാണ് നമ്മളെ വീടിൻ്റെ അവിടെ നിന്നുള്ളൊരു വ്യൂ കേട്ടോ. കണ്ടോ, താഴെ പള്ളി ഇതൊക്കെ ആയിട്ടുള്ള വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ താഴെയുള്ള ഈ വള്ളിയൊക്കെ ഒന്ന് വെട്ടി കൊടുക്കാൻ പോകട്ടോ. മതിയാ? എടി അമ്പോ